നമസ്കാരം. അവസാനം തെറ്റുതിരുത്താൻ തീരുമാനിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചില്ല എന്നും ആവശ്യമായുള്ള തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് എന്നും പാർട്ടി അത് നടത്തി മുന്നോട്ട് പോകുമെന്നൊക്കെ ഇപ്പോൾ CPM പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തലെങ്കിൽ കൂടിയും അതിന് കഴിഞ്ഞില്ല. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം സമഗ്രമായി യോഗം വിലയിരുത്തുകയാണ് എന്നും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ നടത്തി പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നൊക്കെ പാർട്ടി സെക്രട്ടറിയൊക്കെ വാദോരാതെ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല പരാജയമാണ് LDFന് ഉണ്ടായത് എന്ന് അവർ മനസ്സിലാക്കി. UDFന് 18 സീറ്റ് നേടാനായി, 1 സീറ്റ് BJP നേടി. മറ്റൊരു അപകടകരം അതാണ് എന്നാണ് പറയുന്നത്. 2019 പോലെ 1 സീറ്റാണ് LDFന് കിട്ടിയത് എങ്കിലും ദേശീയ രാഷ്ട്രീയ സാഹചര്യവും ഇടതുമുന്നണിയുടെ പരാജയത്തിന് കാരണമായി എന്നൊക്കെ പറയുമ്പോഴും നഷ്ടം തന്നെയാണ്. ദേശീയ തലത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കുവാൻ CPMനേക്കാൾ കൂടുതൽ സാധ്യത കോൺഗ്രസിനാണ് എന്നുള്ളൊരു തോന്നൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ആളുകളിൽ ഉണ്ടായി എന്ന് വാദിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDPI വോട്ടുകളെല്ലാം UDFന് ലഭിക്കുകയും ചെയ്തു. ഒരു മുന്നണി പോലെയാണ് അവർ പ്രവർത്തിച്ചത് എന്നും താൽക്കാലിക ജയം അവർക്കുണ്ടായി എങ്കിലും അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും CPM പറയുന്നു. ഇതിനെ തുറന്നെതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മതനിരപേക്ഷ കക്ഷികൾ അല്ലെങ്കിൽ ശക്തികൾ ഒന്നിക്കേണ്ടതുണ്ട് എന്ന് CPM പറയുന്നു. വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ, വ്യത്യസ്ത സ്വത്വരാഷ്ട്രീയ ബോധമുള്ളവർ, ആ പ്രസ്ഥാനങ്ങൾ, ഇവയെല്ലാം വിഭാജിതമായിട്ടുള്ള രീതിയിൽ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന നിലയിലേക്ക് എത്തപ്പെടുന്നു. ഇത്തരം ജാതി സംഘടനകളെ RSS പോലുള്ള സംഘടനകൾ ഉപയോഗിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമായിട്ടുള്ള SNDP എന്നാൽ തുഷാർ വെള്ളപ്പള്ളിയുടെ നേതൃത്വത്തിൽ BDJSന്റെ രൂപീകരണത്തോടെ BJP ആസൂത്രിതമായി പ്ലാൻ ചെയ്ത അജണ്ട നടപ്പാക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. അതിലൊരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെടുന്നു. SNDPയുടെ നേതൃത്വം അക്കാര്യം വിമർശനപരമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇനി ക്രൈസ്തവ വിഭാഗം. ഈ ക്രൈസ്തവ ജനവിഭാഗം എല്ലാ കാലത്തും വർഗീയതയ്ക്കെതിരെ നിലകൊണ്ട ഒരു വിഭാഗമാണ്. ഒരു ചെറിയ വിഭാഗം ഞങ്ങളോടൊപ്പം, വലിയ വിഭാഗം കോൺഗ്രസിനൊപ്പം നിന്നവരാണ് എന്നാണ് CPM പറയുന്നത്. എന്നാൽ അതിലൊരു വിഭാഗം ഇത്തവണ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു. ചില ബിഷപ്പുമാർ തന്നെ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ വോട്ടിൽ വലിയ ചോർച്ച സംഭവിച്ചു. ആ ചോർന്നു പോയതിൽ വലിയ വിഭാഗം എന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെതാണെന്നും CPM കണ്ടെത്തിയിരിക്കുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പരാമർശങ്ങൾ പരിശോധിച്ചാൽ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെട്ട് വരുന്നു വെള്ളാപ്പള്ളിക്ക് എന്നത് വ്യക്തമാണ് എന്ന് CPM കണ്ടെത്തിയിരിക്കുന്നു. ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം പോലും ഇല്ലാത്തത് അവരെ അലട്ടുന്നു പോലും ഇല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. വെള്ളാപ്പള്ളിയുടെ ഇത്തരം നിലപാട് അവർ തന്നെ ഗൗരവപൂർവ്വം കാണണം. ഇത് കേരളത്തിന് അനുയോജ്യമായതാണോ അല്ല എന്ന് മനസ്സിലാക്കുക. ജനങ്ങളിലേക്ക് ഇറങ്ങുവാനും വർഗീയതയെ പ്രതിരോധിക്കുവാനും വർഗസമരങ്ങളെ ശക്തിപ്പെടുത്തുവാനുമുള്ള സമയം സമാഗതമായിരിക്കുന്നു. BJPയെ പ്രതിരോധിക്കുവാൻ നല്ലതാണ് കോൺഗ്രസ് എന്ന് കരുതിപ്പോയ ആളുകളെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുപോരുവാൻ നല്ല ജാഗ്രതാപരമായിട്ടുള്ള സഹനപൂർവ്വമായിട്ടുള്ള ആ പ്രവർത്തനം പരാജയത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തേണ്ടതുണ്ട് എന്ന് CPM കണ്ടെത്തിയിരിക്കുന്നു കേട്ടോ. ജനങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാനാകാതിരുന്നതും വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണവും തോൽവിക്ക് കാരണമായി എന്നുള്ള കണ്ടെത്തൽ കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു CPM. പിണറായിയുടെ ഇമേജ് തന്നെ തകർക്കുവാനുള്ള ഒരു ശ്രമമാണ് UDFും മാധ്യമങ്ങളും നടത്തിയത് എന്നും അത്തരം പ്രചരണം ഒരു പരിധിവരെ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നും വലതുപക്ഷ പ്രചാരണ ശക്തി അല്ലെങ്കിൽ ഒരു പ്രധാന ശക്തികളായിട്ടുള്ളവർ ഒരു ചാലകശക്തിയായി ഇത്തരം മാധ്യമ പ്രവർത്തനം സഹായിക്കുന്നുണ്ട് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. BJPയുടെ ജനകീയ വളർച്ച തടയുവാനുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. മതരാഷ്ട്രവാദത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വേണ്ടതുണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കി മുൻഗണനാക്രമം നിശ്ചയിച്ച് എന്നിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബൂത്ത് തലം മുതൽ അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പ്ലാൻ ചെയ്യുക എന്നതടക്കം സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന 4 മേഖലാ യോഗങ്ങൾ അടക്കം നടത്തേണ്ടതുണ്ട് എന്നും പാർട്ടിക്കകത്ത് വലിയ കൃത്യമായിട്ടുള്ളൊരു ദിശാബോധം നൽകാൻ ഇത് സഹായകമാകുമെന്നും CPM കണ്ടെത്തി. പിന്നെ മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റേണ്ടത് എന്നിട്ടല്ലേ 99 സീറ്റ് കിട്ടിയതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. പിണറായി ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് വേറെ ഇമേജ് ഉണ്ടാക്കുകയാണ്. അതിന് CPM വഴങ്ങില്ല എന്നും പോലീസിൻ്റെത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തോൽവിക്ക് കാരണമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നും ഇവിടെ ഗോവിന്ദനും പറയുന്നത്. ആവശ്യമായ തിരുത്തലുകൾ നടത്തും. പാർട്ടി പ്രവർത്തകരായാലും നേതാക്കളായാലും തെറ്റായ പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് ഗോവിന്ദൻ ഉറപ്പ് പറയുമ്പോഴും ഗോവിന്ദ നിങ്ങളൊന്നും മറന്നുപോയി. തിരുത്തേണ്ടത് പാവപ്പെട്ട ഇവിടുത്തെ സാധാരണക്കാരായ നിങ്ങളുടെ അണികളെയല്ല, പാവം കുഞ്ഞൻ സഖാക്കന്മാരെയല്ല, നിങ്ങളുടെ മുതിർന്ന ചില സഖാക്കന്മാരുണ്ടല്ലോ, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി ഇന്നും അടികൂടുന്നവർ, മകനും മകൾക്കും മരുമകൾക്കും വേണ്ടി സ്വത്ത് സമ്പാദിച്ചു കൂട്ടുന്നവർ, അവരെയൊക്കെ നിലയ്ക്ക് നിർത്തുവാൻ ഗോവിന്ദൻ ശ്രമിക്കൂ. മുഖ്യമന്ത്രിയെപ്പോലുള്ളവരെ ഇത്തരത്തിലുള്ള കപട മോഹങ്ങൾ നൽകാതെ, ജനങ്ങളെ പറ്റിക്കാതെ, വഞ്ചിക്കാതെ, ജനങ്ങളെ ഇങ്ങനെ തരം താഴ്ത്തി കാണാതിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കിയെടുക്കുവാനോ എങ്കിലും നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ ശ്രമിക്കൂ. എന്നിട്ട്
ഈ ജനങ്ങളോട് സംവദിക്കാൻ കഴിയാത്ത, ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത, ജനങ്ങളുടെ മനസ്സെന്താണെന്ന് അറിയാൻ കഴിയാത്ത പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയെ നിങ്ങൾ അങ്ങ് നാട്ടിലേക്ക് പറഞ്ഞയക്കൂ. കേരളത്തിന് ആവശ്യമില്ല ഇങ്ങനൊരു മുഖ്യമന്ത്രി എന്ന് ജനം വിധി എഴുതി കഴിഞ്ഞിട്ടും എന്തിനാണ് ഈ പാപഭാരം ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് ഇങ്ങനെ ചുമക്കാൻ നിർത്തുന്നത്? ഈ പാപിയെ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പൊതുജനം ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആ അധികാരത്തിൻ്റെ ഭ്രമത്തിൽ നിന്ന് താഴെ ഇറക്കൂ. അധികാര കസേരയിൽ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞയക്കൂ. എന്നിട്ട് മുഖ്യമന്ത്രി പദം രാജിവെപ്പിക്കൂ. പുതിയ ഒരാളെ നിങ്ങളുടെ പാർട്ടി തന്നെ ഭരിക്കട്ടെ, ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന, അറ്റ്ലീസ്റ്റ് ജനങ്ങളോടൊന്ന് സംസാരിക്കാൻ കഴിയുന്ന, ഒന്ന് ചിരിക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കൂ. അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ എത്രയൊക്കെ തിരുത്തിയാലും, എത്രയൊക്കെ തിരുത്തുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പാർട്ടി ഒരിക്കലും തിരുത്തില്ല. ഈ നേതാവിനെ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ നിയമസഭയിൽ ഒരിക്കലും സീറ്റ് നേടാൻ പോകുന്നില്ല, തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിവിടെ ഉപേക്ഷിക്കുക. ഈ ഭാണ്ഡക്കെട്ട് ഇവിടെ ഉപേക്ഷിച്ച് പുതിയൊരു നേതാവിനെ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കി നിങ്ങൾക്ക് ഇനിയും ഭരിക്കാം. 2 വർഷം നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് ചെയ്യുവാനുള്ള ഒരു ആർജവമെങ്കിലും ഗോവിന്ദ നിങ്ങൾ കാണിക്കുക. ഇല്ലെങ്കിൽ CPM എന്ന് പറയപ്പെടുന്നത് ഗോവിന്ദ.